ഹായ് ഓൾ, വെൽക്കം ടു ബിയോണ്ട് ദ ഫ്രെയിംസ്. സിനിമ ഇഷ്ടപ്പെടുന്നവർക്കായി സിനിമയ്ക്കൊപ്പം ഒരു കൊച്ചു കാര്യം. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കരം മൂവിയുടെ റിവ്യൂ ആണ്. പടം ഇന്നിറങ്ങി, ഞാൻ പടം കണ്ടു. ആക്ച്വലി ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിനീത് ശ്രീനിവാസൻ മൂവിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ പൂർണ്ണമായ ഒരു വിനീത് ശ്രീനിവാസൻ ടച്ച് വന്നോ എന്ന് പറയാനും സാധിക്കില്ല. ആക്ച്വലി അദ്ദേഹം ഒരു ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്ന ഒരു ടാഗ് ലൈനോട് കൂടി വന്നൊരു സിനിമയാണ്. പക്ഷെ തിരയോടൊപ്പം എത്തി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുന്ന ഒരു സിനിമയല്ല ഇത്. ഇതിന്റെ കഥാപശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ജോർജിയയിലാണ്. അപ്പൊ അങ്ങനെ ഒരു ടെക്സ്ചറാണ് ഈ ഒരു പടത്തിന് വന്നിരിക്കുന്നത്. ഈ ഒരു പടത്തിന്റെ എലമെന്റ് ഒരു കുറച്ചധികം സോഷ്യൽ ഇഷ്യൂസിനെയൊക്കെ ബേസ് ചെയ്ത് നായകന്റെ ഇമോഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. അവൻ ഫേസ് ചെയ്തിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങളും അവന്റെ ഇമോഷൻസിനെ കുറിച്ച് ഹോൾഡ് ചെയ്യുന്നതും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് പടം മുമ്പോട്ട് ചെയ്യുന്നത്. ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ കുറിച്ച് പറയുന്നത് ഗംഭീര മെയിൽ ലീഡ് ചെയ്തിരിക്കുന്ന നോബലാണ്. രേഷ്മ സെബാസ്റ്റ്യൻ ആണ് ഒരു ഫീമെയിൽ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നീട് മനോജ് കേജൻ ഉണ്ട്, ജോണി ആന്റണി ഉണ്ട്, അതേപോലെ തന്നെ ഷാജോൺ, കലാഭവൻ ഷാജോൺ ഇതിനകത്തൊരു അടിപൊളി വേഷം ചെയ്തിട്ടുണ്ട്. ഷാജോൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ വിഷ്ണു വാര്യർ നമ്മുടെ ഓഫീസർ ആൻഡ് ഡ്യൂട്ടിക്കകത്ത് ചെയ്ത പെർഫോമൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒപ്പം നിൽക്കുന്ന കിടില പെർഫോമൻസ്. അയാളുടെ ഒരു ഫൈറ്റ് സീക്വൻസുകളൊക്കെ ഉണ്ട്, ഗംഭീര ഫൈറ്റ് സീക്വൻസ് ആണ്. അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് വർക്ക് ചെയ്ത പോലെയാണ് നമ്മൾ തോന്നുന്നത്. വിനീത് ശ്രീനിവാസൻ അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് അയാളുടെ ഒരു ടോൺ, അയാളൊരു വിളിക്കുന്ന ഒരു ടോണൊക്കെ ഉണ്ട്, ഇങ്ങനെ സുഹൃത്തെ എന്നൊക്കെ ഒരു വിളിക്കുന്ന ഒരു വിളിയുണ്ട്. ഭയങ്കര ഗംഭീരമായിട്ടാണ് അയാൾ ആ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് ഇതിന്റെ മെയിൻ വില്ലനെ കുറിച്ചാണ്. ആബ്സല്യൂട്ട്ലി കിഡിലൻ വില്ലൻ. അയാളുടെ സ്ക്രീൻ പ്രസൻസ് കുറച്ച് സമയം ഉള്ളെങ്കിലും അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഫൈറ്റിലൊന്നും അയാൾ നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല, പക്ഷെ ഇയാളൊരു ടെററാണ്, ഇയാള് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഒരു തലവനാണെന്നൊക്കെ കാണിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ലുക്ക് ആൻഡ് പെർഫോമൻസ് അയാൾ കൊടുക്കുന്നുണ്ട്. അത് ആശാൻ പൊളിച്ചു, അടിപൊളിയാക്കി. സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോഴും നമുക്ക് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആക്ച്വലി നമുക്ക് മനസ്സിലാവും ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇത് എവിടെ എത്തും, അല്ലെങ്കിൽ ഇത് എന്തായിരിക്കും എൻഡ് എന്ന് നമുക്ക് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ അകത്തൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺ എന്ന് നമുക്കൊന്നും അഭിപ്രായപ്പെടാനും ഇല്ല, നമുക്കതൊന്നും പ്രതീക്ഷിക്കാനുമില്ല. ഒരു ട്വിസ്റ്റും അല്ലെങ്കിൽ ഇന്നൊരു സാധനം വരും, ഈ ഒരു പടത്തിൽ ഇന്നൊരു സാധനം വരും, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവും എന്നൊന്നും നമുക്ക് ചിലപ്പം അങ്ങനെ ഒരു പരിപാടി ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരു പരിപാടി ഇല്ല ഇതിൻ്റെ അകത്ത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആവറേജ് പടമാണ്. ഒരു 3.2 റേറ്റിംഗ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ പടം കാണുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക.